ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ ഫണ്ണിലേക്ക് സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം വയനാട് താന്നി ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ താന്നി ബീച്ചിലെ കുറച്ച് വീഡിയോസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ചേട്ടനും മക്കളും എല്ലാവരുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടനും മോനും ഒക്കെ ആദ്യമേ നടക്കാനായിട്ടെന്ന് പറഞ്ഞവരങ്ങ് മുൻപേ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് തന്നെ കായൽ ഓരോ പ്രദേശത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മറ്റൊരു സൈഡിലേക്ക് പോകുന്നേക്കാണ് കേട്ടോ. ആഹാ, എന്താ ഒരു ഭംഗി! മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു അവതാരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആളിൻ്റെ മുമ്പിൽ കൂടാണ് ഞാൻ പോയത്. ഞാൻ പക്ഷേ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ മോളിങ്ങനെ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അമ്മ ഇരിക്കുന്ന ആളിനെ കണ്ടോന്ന്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി. ഇപ്പോഴത്തേക്ക് ആഹാ, കൊള്ളാലോ, നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയ ആൾ തന്നെ. അങ്ങനെ ഞാൻ ആളിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. പക്ഷെ ആൾക്കെന്തോ നമ്മളെ വലിയ മൈൻഡും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആളുടെ ലോകത്താണ്. ഈ ഇരിക്കുന്നതാണ് കക്ഷി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഞാൻ വിചാരിച്ച് ആൾ പേടിച്ച് പറന്ന് പോവേ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പ്രദേശത്ത് കൂടെ ഈ മയിലിനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. ചില സമയത്ത് നല്ല ഭംഗിയാണ് ചിലതിനെയൊക്കെ കാണാൻ. നല്ല പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇയാളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ആകാശത്തിൻ്റെ ഒരു വർണ്ണവിസ്മയം എന്ന് പറയുന്നത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി വരുന്തോറും നല്ല നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ചായി മറ്റേ ചേട്ടനൊക്കെ ഓടാൻ വരുന്ന ടൈമിലൊക്കെ മിക്കപ്പോഴും ഇവിടെ വരുന്നൊരു സ്ഥലമാണിത്. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ, കുട്ടികളും എല്ലാം കേട്ടോ. അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരാ കേട്ടോ. കൊല്ലം ബീച്ചിനെയും കാട്ടിയൊക്കെ വളരെ ശാന്തസുന്ദരമായ അതിമനോഹരമായ ഒരു സ്ഥലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നു പോകുന്നുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല, കാരണം നേരെ ഇരുട്ടിയുണ്ട്. അങ്ങോട്ട് ആ ബോട്ട് വള്ളങ്ങൾ കിടക്കുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ മീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നേരെ ഇരുട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോവാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ കുറച്ച് സന്ധ്യ മയങ്ങുന്നതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത് സൺഡേ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. അതിസുന്ദരമായ
ഒരു കാഴ്ചയാണിതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ആരും. എത്രയൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്നാലും തിരിച്ച് പോകാൻ തോന്നാത്തൊരു അത്ര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് കൊച്ചു കൊച്ചു കുഞ്ഞ ഞണ്ടുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാടുണ്ട് കേട്ടോ. അതൊരു വെള്ള കളറ് ആണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഓടി ദ്വാരങ്ങളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഇതുണ്ടോ ആകാശത്തിൻ്റെ ഒരു വർണ്ണവിസ്മയം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം ഭംഗിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെൻ്റെ ചേട്ടൻ തൻ്റെ മോനെയും തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പണ്ടത്തെ കുതിരവണ്ടി കളിക്കല്ലേ, അതാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേ ആയിട്ടുള്ള സായാഹ്ന കാഴ്ചകൾ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ.
അപ്പോൾ ഈ സൺഡേ വൈബ് ഇതൊക്കെയായിരുന്നു. ഒരിക്കൽ കൂടി പറയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.